ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കന്യാസ്ത്രീ ചോദിക്കുന്ന ഒരു വിഷയമാണ്. ലൈംഗികതയില്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ട് തരത്തിലുള്ള ആളുകളാണ് ലോകത്തിലുള്ളത്. ഒന്ന് ഷണ്ടന്മാരും, രണ്ട് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ജനിക്കപ്പെട്ടിട്ടുള്ള ആളുകളും. ഷണ്ടന്മാരായിട്ടുള്ള ആളുകൾ ജന്മന അവർ ലൈംഗിക ശേഷി ഇല്ലാത്ത ആളുകളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഹിജ്ഡകളൊക്കെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. രണ്ടാമതൊരു വിഭാഗം ഉള്ള ആളുകളുടെ ഇടയിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ആധ്യാത്മികതയ്ക്ക് വേണ്ടിയിട്ട് ലൈംഗികത വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അവരുദ്ദേശിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടാത്തതുകൊണ്ട് ലൈംഗികത വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. വേറെ എന്തെങ്കിലും ശാരീരിക ബലഹീനതകൾ കാരണം ലൈംഗികത ആസ്വദിക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. പക്ഷേ ലൈംഗിക ശേഷി ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അത് മൂടി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ആധ്യാത്മിക മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ സമുദായങ്ങളുടെയും പൗരോഹിത്യ വർഗം വിവാഹം വേണ്ടാന്ന് വെച്ച് ഇരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതെല്ലാ സമുദായങ്ങളും ഉണ്ട്. അപ്പോൾ അത് ലൈംഗികത അവരുടെ ശരീരത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവർ ആധ്യാത്മിക പ്രക്രിയകളിലൂടെ, അതായത് യോഗ, ഉപവാസം, പ്രാർത്ഥന, ധ്യാനം, ഇതിലൂടെയൊക്കെ അതിനെ കീഴ്പ്പെടുത്തി തെറ്റ് ചെയ്യാതെ ക്രമംകെട്ട ജീവിതം നയിക്കാതെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജീവിതത്തിന് ഉടമകളായി തീരുന്ന ഒരവസ്ഥയാണ്. ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവർ ആ ഒരു ആദർശത്തിൻ്റെ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ തത്വം കാരണമാണ് അവർക്ക് ലൈംഗികത അനുഭവിക്കാൻ കഴിയാത്തത്. എല്ലാ കന്യാസ്ത്രീകളും അപ്രകാരമാണെന്ന് പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ ആരും അറിയാതെ രഹസ്യമായിട്ട് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അത് ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട്. സിസ്റ്റർ അഭയ കൊലക്കേസ് തന്നെ ഒരു മുതിർന്ന പള്ളിയിലെ അച്ഛനും മദർ സുപ്പീരിയറും തമ്മിലുള്ള ലൈംഗിക ബന്ധം അബദ്ധവശാൽ കണ്ടു എന്ന കാരണത്താലാണ് സിസ്റ്റർ അഭയയ്ക്ക് അവരുടെ ജീവിതം നഷ്ടമായത്. അതുകൊണ്ട് കോൺവെൻറ്റുകളിലും പള്ളികളിലും ഒക്കെ അതിൻ്റെ ഉള്ളറകളിലൊക്കെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അത് ജന്മനാ കിട്ടേണ്ട ഒരു സിദ്ധിയാണ്. ആ സിദ്ധി കിട്ടാത്ത പാർട്ടികൾ ലൈംഗികതയില്ലാതെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.